ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇതൊക്കെ എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം വെർബ് ഒന്ന് തന്നെയാണ്, പോകും എന്നുള്ളതാണ്. പോകും എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ ഗോ എന്നാണ് പറയുക അല്ലേ. ഞാൻ പോകും, ഇതെല്ലാം എന്താണ്? ഫ്യൂച്ചറാണ്. ഞാൻ പോകും, നീ പോകുമോ, ഞാൻ പോകില്ല, നീ പോകില്ലേ, നീ എപ്പോഴാണ് പോകുന്നത്, ഇതെല്ലാം വരാനുള്ള കാര്യമാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഞാൻ പോകും, ഐ ഫ്യൂച്ചർ ആയതുകൊണ്ട് തന്നെ വിൽ, ഐ വിൽ ഗോ, ഞാൻ പോകും. നീ പോകുമോ, നമ്മൾ ഒരാളോട് ചോദിക്കുകയാണ് നീ പോകുമോ, അപ്പോൾ എങ്ങനെ വരും? ഈ വിൽ എന്നുള്ളത് ആദ്യം വരും, അതിനുശേഷം സബ്ജക്റ്റ് വിൽ യു ഗോ, നീ പോകുമോ. ഇനി ഞാൻ പോകില്ല, ഞാൻ പോകില്ല, ഞാനെന്നാവുമ്പോൾ ഐ വിൽ നോട്ട് നെഗറ്റീവ്, അതായത് വില്ലെന്ന് പറയുന്ന ഓക്സിലറി വെർബിനെ നമ്മൾ നോട്ട് ചേർത്ത് നെഗറ്റീവ് ആക്കുമ്പോൾ ഒന്നീ വിൽ നോട്ട് എന്ന് എഴുതാം, അല്ലെങ്കിൽ വോണ്ട് എന്ന് എഴുതാം. ഇത് ചുരുക്കി നമുക്ക് വോണ്ട് എന്ന് എഴുതാം. ഐ വിൽ നോട്ട് ഗോ, ഞാൻ പോകില്ല. നീ പോകില്ലേ, നമ്മൾ ചോദിക്കുകയാണ് നീ പോകില്ലേ, ഇതും ഒരു നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നീ പോകില്ലേ, അപ്പോൾ നമ്മൾ വില്ലിൻ്റെ നെഗറ്റീവ് രൂപമായ വോണ്ട് എഴുതുന്നു. വോണ്ട് യു ഗോ, നീ പോകില്ലേ. അടുത്തത് ഒരു ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാനാണ് പോകുന്നത്. നീ എപ്പോഴാണ് പോകുന്നത്, എപ്പോഴെന്നുള്ളതിന് നമ്മുടെ ക്വസ്റ്റ്യൻ വേർഡാണ് വെൻ. അതിനുശേഷം നമ്മുടെ വിൽ എഴുതുന്നു, വെൻ വിൽ. ആരോടാ ചോദിക്കുന്നത്? നീ എപ്പോഴാണ് പോകുന്നത്, അപ്പോൾ സബ്ജക്റ്റ് എഴുതുന്നു, അതിന് ശേഷം പോകുക എന്നുള്ള വെർബ് എഴുതുന്നു. വെൻ വിൽ യു ഗോ, നീ എപ്പോഴാണ് പോകുന്നത്. അപ്പോൾ അടുത്തൊരു വെർബാണ് പഠിക്കുക. പഠിക്കുക എന്നുള്ളതിന് നമ്മൾ സ്റ്റഡി എന്ന് പറയാം അല്ലേ. ഇപ്പോൾ ഞാൻ പഠിക്കും, അതങ്ങനെ പറയാൻ പറ്റും, ഐ വിൽ സ്റ്റഡി, ഞാൻ പഠിക്കും. ഞാൻ പഠിക്കില്ല എന്നാണെങ്കിലോ ഐ വിൽ നോട്ട് സ്റ്റഡി, അതായത് വില്ലിനെ നോട്ട് ചേർത്ത് നെഗറ്റീവ് ആക്കുന്നു. അല്ലെങ്കിൽ നമുക്ക് വിൽ നോട്ട് എന്ന് എഴുതുന്നതിന് പകരം നമുക്ക് വോണ്ട് എന്ന് വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ വിൽ നോട്ട് എന്ന് നീട്ടി എഴുതാം, അല്ലെങ്കിൽ വോണ്ട് എന്ന് ചുരുക്കി എഴുതാം. ഐ വിൽ നോട്ട് സ്റ്റഡി ഓർ ഐ വോണ്ട് സ്റ്റഡി, ഞാൻ പഠിക്കില്ല. നീ പഠിക്കുമോ, അപ്പോൾ വില്ലിനെ നമ്മൾ ആദ്യം കൊണ്ടിരുന്നു, വിൽ യു സ്റ്റഡി, നീ പഠിക്കുമോ, നമ്മൾ ഒരാളോട് ചോദിക്കുകയാണ്. നീ പഠിക്കില്ലേ, അപ്പോൾ വില്ലിൻ്റെ നെഗറ്റീവ് രൂപമായ വോണ്ട് യു സ്റ്റഡി, നീ പഠിക്കില്ലേ. നീ എപ്പോഴാണ് പഠിക്കുന്നത്, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ വേർഡ് എപ്പോഴെന്നുള്ളതിന് വെൻ, അതിനുശേഷം വിൽ, വെൻ വിൽ യു സ്റ്റഡി, നീ എപ്പോഴാണ് പഠിക്കുന്നത്, വെൻ വിൽ യു സ്റ്റഡി. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ ഇതുവരെ തന്ന സപ്പോർട്ട് തുടർന്നും തരിക. പുതിയൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. അതുവരേക്കും ബൈ ബൈ.